നമ്മളെല്ലാവരും നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് മൊബൈൽ അല്ലേ. നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സിനിമകളും കാണാറുണ്ട്. ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലായിരിക്കും നമ്മളെ മൊബൈൽ പിടിച്ചുകൊണ്ട് നമ്മൾ സിനിമകളൊക്കെ കാണാറുള്ളത്. അപ്പോൾ നമ്മുടെ കൈ കഴിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് മൊബൈൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ സ്റ്റാൻഡാണ്. അത് വളരെ പോർട്ടബിൾ ആണ്. നിങ്ങളൊന്ന് നോക്കുക. വേറെ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കയ്യിൽ മൊബൈൽ ഡിവൈസ് മറ്റേ കൈ കൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പലരും തന്നെ വീഡിയോസ് കണ്ടുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്താ ചെയ്യാറ്, നമ്മൾ ഒരു കയ്യിൽ മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് പിടിക്കുക, മറ്റൊരു കൈ കൊണ്ട് കുക്കിംഗ് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാറ് എന്താണ്, മൊബൈൽ ഡിവൈസ് എവിടെയെങ്കിലും കൊണ്ട് ചാരി വെക്കും. ചില സമയത്ത് അത് സ്ലിപ്പായി നിലത്ത് വീഴാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ മാത്രമല്ല എവിടെയെങ്കിലും ചാരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വീഡിയോ കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എവിടെയെങ്കിലും മൊബൈൽ ഡിവൈസ് ഹോൾഡ് ചെയ്ത് നമുക്ക് കാണുന്ന രീതിയിലേക്ക് തിരിച്ചു വെക്കാനൊക്കെ ആയിട്ട് ഈ ഒരു നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിവൈസ് വളരെ ഉപകാരപ്പെടും. നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ മൊബൈലും ടാബ്ലറ്റ് ആണെങ്കിലും ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ഉപകരണം വളരെ ചീപ്പാണ്. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ടാബ്ലറ്റ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഈ ഒരു പാക്കേജ് തുറക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു യൂസർ മാനുവലാണ്. ജസ്റ്റ് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കേബിളും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ. ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ഐറ്റംസ്. ഇത് ആദ്യത്തെ കാണുന്നത് ഒരു സ്റ്റാൻഡാണ്. ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഹോൾഡറാണ്, കാണാൻ കഴിയും. പിന്നെ ഇതൊരു സ്റ്റാൻഡാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം ഇത്. അപ്പോൾ ഇത് നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഐറ്റമാണ്. ഇവിടെ ഒരു ക്ലിപ്പ് പോലത്തെ ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാവുന്ന ഒരു മൊബൈൽ ഹോൾഡറാണിത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മൊബൈൽ ഡിവൈസ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. മൊബൈൽ മാത്രമല്ല ടാബ്ലറ്റും ഇതിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് അല്പം കുറച്ച് ബലമുള്ള ഒരു കാര്യമാണ്. കുറച്ച് അത്യാവശ്യം നല്ലൊരു ബലം കൊടുത്താലേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാവുന്നതാണ്. ഇത് നീക്കാനും കഴിയും. ഞാൻ എൻ്റെ മറ്റൊരു കയ്യിൽ മൊബൈൽ ഡിവൈസ് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് വലുതാക്കാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മൊബൈലോ ടാബ്ലറ്റോ ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകളൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉള്ളവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങുക. അപ്പോൾ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക, വളരെ ചീപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ട ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരിക്കലും കാണാം. ബൈ, സ്റ്റേ സേഫ്.